അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നെന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് ഗൈസ്, ഇന്തോനേഷ്യ അല്ല. അതുപോലെ ഞാൻ എന്താ പറയാൻ വന്നത് വെച്ചാൽ ഈ ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ എങ്ങനെ ഈ ജിമ്മിൻ്റെ മോഡ് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വഹിക്കണ്ട, നേരെ വീഡിയോയ്ക്ക് പോവാം ഗൈസ്. ആദ്യം തന്നെ നമ്മൾ ഈ ജിമ്മിൻ്റെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണ്ട, എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും കൂടെ ആഡാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തെന്നുള്ളൂ ആ മോഡ്. എന്നിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്യാൻ പോവുക. ഇതുപോലെ തന്നെയാണ് ഒന്നും കൂടെ ആഡ് ചെയ്യുക ഗൈസ്. ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ നിങ്ങൾക്കും ഈ മോഡ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വേണ്ട, കാര്യം പറയണ്ട, ഞാൻ പറയേണ്ട ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഈ ബസ് വെറുതെ അങ്ങനെ കാണിച്ചിരിക്കുന്നില്ല, വീഡിയോയ്ക്ക് പോകാം നമുക്ക്. അല്ലെങ്കിൽ തന്നെയാണല്ലോ വീഡിയോ, ഞാൻ പിന്നെ വീഡിയോ അറിഞ്ഞ്. അപ്പോൾ ഏതായാലും ഗൈസ്, നമ്മൾ ഈ ഗെയിമിൽ നിന്ന് പോവുക. എന്നിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്താൽ മതി, ഞാൻ എടുക്കണില്ല. എന്നാൽ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തുള്ളൂ. എടുക്കുക ഗൈസ്. പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് മോഡ് ബസ് കാർ ഡ്രൈവിംഗ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്പ് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്, ഇല്ലാത്തവരൊന്ന് ഇൻസ്റ്റാൾ ആക്കുക. അപ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ എങ്ങനെയാവും വരിക, കുറച്ചിങ്ങനെ പോയാൽ അതവിടെ ജിമ്മിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ അപ്പോൾ കാണിച്ചു തരാം ഗൈസ്, ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ മട്ടിട്ട് കാണിച്ചിരുന്നു, അതാ ജിമ്നി ഗൈസ്. അതാ ഗൈസ് ജിമ്നി, ഞാൻ മട്ടിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ആ ജിമ്നിയുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്താ ചെയ്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ ലിവറി ഡൗൺലോഡ് ചെയ്യട്ടെ. അപ്പോഴേക്ക് ഒരു ആഡ് വന്നു ഗൈസ്. കുഴപ്പമില്ല, ഇതിനിപ്പോൾ ക്ലോസ് ചെയ്യണം ഗൈസ്. ഇനി ഇതിപ്പോൾ കുഴപ്പമില്ല, ഏതായാലും ഇതിൻ്റെ ആഡൊന്ന് കാണാം. കുറച്ച് ബ്രേക്ക് ആയിക്കോട്ടെ, ഇത്ര നേരം കഷ്ടപ്പെട്ടിരുന്ന് കാണില്ലേ. പിന്നെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ 102 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല, എങ്ങനെ എടുക്കാമെന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൂടെ. പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ അല്ല, ഞാനിത് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ലിങ്കിലൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ പറഞ്ഞ തന്നെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് തരാം വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ വീഡിയോ നിങ്ങളെടുത്തിട്ട് ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അതിൽ ഡൗൺലോഡ് ചെയ്യണ പോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ പണി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഞാൻ അതിൻ്റെ മോഡ് ഡൗൺലോഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മീഡിയ ഫയർക്ക് പോവും. എന്നിട്ട് ഡൗൺലോഡ് ശരിക്കും ഞാൻ ചെയ്യേണ്ട കേസ്. എൻ്റെ ഇതിൽ ഓൾറെഡി ഉണ്ട് ഡൗൺലോഡിങ് ഫയൽ. ഞാൻ എന്താ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ ഒന്നും കൂടെ എടുത്ത് നോക്കട്ടെ. ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ലിവറി ആണോ, ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡിങ് 2 ഫയൽസ്. ഇത് ഡിലീറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഏതായാലും 38 തോന്നുന്നു. 38 ജിമ്നീൻ്റെ ഫയൽ ഇവിടെ ഉണ്ട് ഗൈസ്.
ഇങ്ങനെ ഡൗൺലോഡായ ഈ വയനാടൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോ. ലാസ്റ്റ് ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട, എപ്പോൾ ആണെങ്കിലും കമൻ്റ് ഇട്ടോ ഗൈസ്. നിങ്ങളാരും കമൻ്റ് തന്നില്ലെങ്കിൽ ഞാൻ തന്നെ വീഡിയോ ഇടുക. കമൻ്റ് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും. കമൻ്റ് ഇട്ടോ എന്തായാലും, വേണോ വേണ്ടേന്ന്. കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലേ. വേണമെന്ന് കൂടുതൽ കമൻ്റ് കിട്ടിയാൽ ഞാൻ ഇടും, വേണ്ടെന്ന് കമൻ്റ് കിട്ടിയാൽ ഇടൂല. കൂടുതൽ കമൻ്റ് കിട്ടിയാൽ ഇതിന് ഡൗൺലോഡ് ആവുന്നവർ കാത്തിരിക്കണ്ടേ. 27 ആദ്യം 26 ഗൈസ്. ഒന്ന് വേഗം ഡൗൺലോഡായാൽ കിട്ടിയാൽ മതി. എന്താ ഞാൻ തപ്പത് കടിച്ച് ഒരു കാര്യം ചെയ്യാം, നമുക്കതന്നെ കൊണ്ട് എടുത്താൽ പോരെ. ഇപ്പോഴുള്ള ജിംനീൻ്റെ ഫയല് കൊണ്ട് എടുക്കാം. ഇത് നല്ല ഗൈസ്, ഇപ്പോഴുള്ള ജിംനീൻ്റെ ഫയൽ എടുക്കാം. ഇത് എന്താ ഇപ്പോൾ ഡൗൺലോഡ് ആവുന്ന ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പോഴുള്ള ജിംനീൻ്റെ ഫയൽ എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, ഡിലീറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുക, ഡിവൈസ് ഗാലറി കൊടുക്കുക. അതിൽ ഞാൻ എൻ്റെ ജിംനീൻ്റെ മോഡ് തപ്പുണ്ട്. ഒരുപാട് ജിംനി, അതാ ജിംനി. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പൈസ വയ്ക്കും നമ്മളോട്. പൈസ എൻ്റെ അടുത്ത് ഇല്ല, അത് പിന്നെ ഞാൻ ജോബ് എടുത്തിട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആഡ് വേണം. ഇനിയിപ്പോൾ ഒന്നും കൂടെ എടുക്കണം ഗൈസായി. അപ്പോഴേക്കും ആഡ് വേണം. നമുക്ക് ഈ പസിൽ ചെയ്താലോ, ബോറടിക്കാണ്ടിരിക്കാൻ. ഇപ്പം കഴിയുന്നവരെ അങ്ങനെ കാത്തിരിക്കണ്ടേ. അപ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ കുറച്ച് നേരം ഒന്ന് ഈ പസിൽ ചെയ്യുക ഗൈസ്. എന്താ ഇത് ബ്ലിങ്കിറ്റിൻ്റെ ചെയ്യണോ വേണ്ടേ? ചെയ്യാം. അതേ കണ്ട ചെയ്യണ്ട എന്താ ഞാൻ ചെയ്യണോ വേണ്ട എനിക്കൊന്നും മനസ്സിലാവില്ല. ഇതിപ്പോൾ ചെയ്യണമല്ലോ നമുക്ക് പ്രധാനം. ഇതാ റിവാർഡ് കിട്ടി, നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാകുമ്പോഴാ മോഡ് ആഡായിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോവാണ് മോഡ്. ഗരാജ് എടുക്കുക, മോഡ് എടുക്കാൻ ഗരാജ് എടുക്കുക. കുറച്ച് ഡിലേ ആണ് കഴിച്ച് ഞാൻ. ആ ഡിലേ ഒക്കെ ഒന്ന് ശരിയാക്കണം. ആ ഗരാജ് എടുത്തു, എന്ന് ലോഡായി കിട്ടേണ്ടത്. ഇനി അടുത്ത വണ്ടി എടുക്കാം. അടുത്ത വണ്ടിയാണ് നമ്മുടെ ജിംനി കുട്ടാപ്പൻ. അത് യൂസ് ചെയ്യുക. നിങ്ങൾ ഈ ലിവറി അല്ലാത്ത ലിവറിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിവറി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇതേ ലിവറി തന്നെ. ഇതിനകത്ത് സമയം കളയണ ഈ ലിവറി തന്നെ അങ്ങോട്ട് എടുത്താൽ പോരെ. ഇപ്പോൾ ഉള്ള ലിവറി തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഗൈസ് നേരത്തെ. ഇനി ഗൈസ് നമുക്കേ ഇതുകൊണ്ട് ഒരു റൈഡിന് പോയേക്കാം, ഒരു ഓഫ് റോഡൊക്കെ പോവാം. നമുക്ക് കൊച്ചി ടു ബാംഗ്ലൂർ റൂട്ടിലൊരു ഓഫ് റോഡിന് പോവാം. അപ്പോൾ ഗൈസ് ഒരു ആഡ് ഒന്നുണ്ട് ഇവിടെ. ഇനി ലോഡാവട്ടെ ഗൈസ്, ലോഡിങ് ആണ്. എന്താ ഇവിടുത്തെ തന്നെ ഒരു ഇന്ത്യത്തെ റോഡ് പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗൈസ്, നിറച്ച് പൊടി. പക്ഷെ എത്ര പൊടിയൊന്നും ഇല്ല ഗൈസ്. അതാ നമ്മുടെ വണ്ടി ബാക്കിക്ക് പോണ്. വണ്ടി എടുക്ക്, നമുക്ക് ഇൻറ്റീരിയർ എടുക്കാം. അങ്ങോട്ട് ഒരു ഓഫ് റോഡ് റൂട്ടുണ്ട്, അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. റോട്ടിൽ ഓടിക്കാനേക്കാൾ കുറച്ച് ഇതുണ്ട്. ഇതിനിപ്പോൾ ടാറ്റ ഇട്ട് കണ്ടാൽ ടാറ്റയുടെ സിയറ മൂലയ്ക്ക് വരുന്ന കരിന്നൊക്കെ തോന്നുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ താറിൻ്റെ അവസ്ഥയും. കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് നല്ല സ്പീഡിലൊന്ന് കയറ്റാം. ഇതാ ഗൈസ് വണ്ടി കയറി, കുറച്ചും കൂടെ ബാക്കിൽ നിന്ന് കയറ്റാം. ഇത് ഇവിടുന്ന് കയറുന്നില്ല വണ്ടി.
നല്ല ബാക്കപ്പ് പോയി. പക്ഷെ ആ കുണ്ടിക്ക് വീഴണ്ടെന്നുള്ളൂ, അവൾ വലിയ ഇറക്കുക. ജിമ്നി കയറുന്നു, ജിമ്നി മല കയറുന്നു. അപ്പോഴേക്കും മഴയും പെയ്തു. വൈപ്പർ ഇടാം. ഈ വ്യൂലിട്ട് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി കുണ്ടിക്ക് മറിഞ്ഞു വീഴും. അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ കുറച്ച് പണിയാണ് മറിഞ്ഞു വീണാൽ. ആ വെള്ളം തെറിക്കുന്നതിൻ്റെ എഫക്ട്സ് ഒക്കെ നോക്കുക. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യനേക്കാൾ കുറച്ചും കൂടെ ഇതുണ്ട് ആ വെള്ളം തെറിക്കുക. നോക്ക്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാ നോക്കിക്കോ, ഇതാ കണ്ടോ ഗൈസ്. നേരത്തെ ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. മരത്തിലിടിച്ചു 85 ഹെൽത്ത്. ഇതാ കണ്ട ഗൈസ്. ശരിക്കും എങ്ങനെ വണ്ടി പോകണോ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. അയ്യോ ഇവിടെ കുണ്ടിച്ചാടി ഇല്ല അയ്യോ കുണ്ടിച്ചാടി ഗൈസ്. നല്ലേലും കുണ്ടി ചാടിയില്ലെങ്കിലും പ്രശ്നമില്ല, അവിടെ റോഡാണ്. കേറ്റ ഗൈസ്. ഇവിടെ കുടുങ്ങി ഗൈസ് വണ്ടി. വണ്ടി എങ്ങനെ കയറണത് നോക്ക് ഗൈസ്. റിവേഴ്സ് എടുത്തിട്ട് അപ്പോൾ ഫ്രണ്ട് എടുത്തിട്ട് കയറാൻ പറ്റുന്നുണ്ടാവുമല്ലോ. റിവേഴ്സ് എടുത്ത് കയറിയാൽ ചിലപ്പോൾ ഫ്രണ്ട് എടുത്തിട്ടും കയറാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിന്ന് സ്ലിപ്പായതാ ഗൈസ് നമ്മുടെ ജിമ്നി. വണ്ടി കയറ്റാൻ പറ്റണില്ല, വണ്ടി സ്റ്റക്കായി. നമുക്ക് ഏതായാലേ റിപ്പയർ ഷോപ്പിക്ക് പോവാം. പൈസ ഇല്ല, നമുക്കൊന്നും കൂടെ ചെയ്യാം. ക്രെയിൻ എടുക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ആഡ് വേണം. ഏതായാലും ബോറടിക്കൂലേ, ബസ്സിൽ ചെയ്യാം. ബോറടിക്കാണ്ടിരിക്കുക, അതന്നെ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ബ്ലിങ്കിറ്റിൻ്റെ തന്നെയാണിത്. അപ്പോൾ ബസ്സിൽ ചെയ്യാൻ തുടങ്ങിയാൽ ഗൈസ് തുടങ്ങാം. അതെയും കാണാം, തുടങ്ങണോ വേണ്ടേ? ഇതിപ്പോൾ നേരത്തെ തന്നെക്കാൾ അധികം വേണ്ട, ബസ്സിൽ ചെയ്യണ്ട. ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗൈസ്. നമുക്ക് ഇതിനും പൈസ വേണം. അപ്പം എനിക്ക് മനസ്സിലായി, നമ്മളതിൽ നിന്ന് എടുക്കാനും പൈസ വേണം, മറ്റേ നമ്മളാ കൊണ്ടുവന്ന് എടുക്കാനും പൈസ വേണം, പിന്നെ മറ്റേ ഇത് റിപ്പയർ ചെയ്യാനും പൈസ വേണം. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഈ സ്ക്രീന് തള്ളിഞ്ഞു പോയല്ലോ. കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ തള്ളി വെച്ച് ഫോൺ കണ്ടാൽ മതി. ഞാൻ ഓട്ടോ റൊട്ടേറ്റ് ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. ഈ ബസ്സിൽ ചെയ്യാം ഗൈസ്. അത് ചെയ്യേണ്ട ഗൈസ്. നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, എന്നാലും വേണ്ട, കുറച്ച് നേരം ചെയ്യാം. അല്ലെങ്കിൽ വേണം നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ശരിയാവാണ്, റിപ്പയർ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മുടെ ജിമ്നി കുഞ്ഞാവ തരും ഇങ്ങനത്തെ പഴയ ഒരു വീട് പോലത്തെ. ശരിക്കും നമ്മുടെ ഇത് ഇന്തോനേഷ്യത്തെ ബസ്സല്ലല്ലോ, ഇന്തോനേഷ്യത്തെ വർക്ക്ഷോപ്പ് പോലെ തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. എന്താ ഡോറ് തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ള ആളില്ല. ഇത് പിന്നെ അങ്ങനെ വണ്ടിയോട് ആളില്ലെങ്കിൽ പിന്നെ അങ്ങനെ വണ്ടിയോട് നമ്മൾ ഡിക്കി തുറക്കുന്നുണ്ട്. ഗ്ലാസ് തുറക്കാം. ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ട് ഗൈസ്. അതാ ഗ്ലാസ് അടഞ്ഞു. ഇനിയിപ്പോൾ അതാ കണ്ട ഗൈസ്, ഗ്ലാസ് തുറക്കണ്. ഒന്നുകൂടെ കാണിച്ചിട്ട് അതാ എന്താ കണ്ട ഗൈസ്. ആ ഗ്ലാസ്സിക്ക് തന്നെ നോക്കിക്കോ നിങ്ങൾ. ഇപ്പോൾ കാണിച്ചിട്ട് ഇതാ കണ്ട ഗൈസ്. ഗ്ലാസ് അടയ്ക്കണം, തുറക്കണം. നമുക്ക് തുറന്നിടാം ഗൈസ്. ലൈറ്റ് ഓണാക്കാം. ഇപ്പോൾ ലൈറ്റ് ഓണാക്കണം. അതാ എമർജൻസി ലൈറ്റ് ഇടാം. റേഡിയോ എടുക്കാം. പക്ഷെ ഇപ്പോൾ റേഡിയോ എടുക്കാൻ പറ്റൂല ഗൈസ്. ഞാൻ റേഡിയോ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തത്തെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിം, അതുകൊണ്ട് മ്യൂസിക്കും റേഡിയോ ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഇടാം. ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട് ഗൈസ്. ഞാൻ വൈപ്പർ ഓഫാക്കാം. വൈപ്പർ ഓണോ ഗൈസ്. ഇതാ പല ആംഗിളുണ്ട്, ക്യാമറ ആംഗിള്. നമുക്കിത് ഡോർ വെക്കാം.
ഡിമ്മടിക്കുക, വണ്ടി ഓഫാക്കാൻ പറ്റും, ഇറങ്ങാനും പറ്റും ഗൈസ്. പക്ഷേ ഇവിടെ ക്യാരക്ടർ കാണൂല, പുറത്ത് ക്യാരക്ടർ കാണും. ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം.